രാഹുലിന് ലൈംഗിക ബന്ധത്തിനിടെ ഉണ്ടായ പാടുകളാണോ സതീശ ഇത്? രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന്റെ പുറത്ത് ഈ കാണുന്ന അടികൊണ്ട് കരുവാളിച്ച ഈ പാടുകളും അടിവയറ്റിൽ ബൂട്ടിന് ചവിട്ടേറ്റുണ്ടായ കരിനീരിപ്പും ലൈംഗിക ബന്ധത്തിനിടെ അല്ലെങ്കിൽ പെണ്ണുപിടിക്കാൻ പോയപ്പോൾ ഉണ്ടായ പാടുകളാണോ ഇത് സതീശ? ഈ അടികൊണ്ട് തിണർത്ത പാടുകൾ പെണ്ണുപിടിക്കുവാൻ പോയപ്പോൾ നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിച്ചതാണെന്ന കഥകൾ വരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കതറുടെയും വിയർക്കും വെയിൽ കൊണ്ട് കരുവാളിക്കും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ പുറത്തിറങ്ങാതിരിക്കുമ്പോൾ സമരം നയിച്ച് പോലീസിന്റെ അടികൊണ്ട് കരുവാളിച്ച പാടുകളാണ് നാം ഈ കാണുന്നത്. സമരഭൂമിയിൽ അടികൊണ്ടത്, സമരം ചെയ്തതിന്റെ പേരിൽ ജയിലിൽ കിടന്നത്, ഒരു രക്ഷാഭടനെ പോലെ ഉപതെരഞ്ഞെടുപ്പ് ഗോതകളിൽ രാഷ്ട്രീയ എതിരാളികളെ തീപ്പൊരി പ്രസംഗം കൊണ്ട് നിഷ്പ്രഭമാക്കിയത്, രാഷ്ട്രീയ ചർച്ചകൾക്ക് സാധാരണക്കാർക്ക് പോലും താല്പര്യം ജനിപ്പിച്ച, ചത്തുകിടന്ന കോൺഗ്രസിന് പുതുജീവൻ നൽകിയ രാഹുൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവനായി നികൃഷ്ടനായി. പ്രതിനിധി വോട്ടിംഗിൽ തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവി രാജിവെപ്പിക്കുക മാത്രമല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. എത്ര കാലത്തേക്കെന്ന് പോലും പറയാതെ അനന്തമായി. നിയമസഭ കൂടുമ്പോൾ തങ്ങളുടെ അടുത്തുപോലും ഇരിക്കരുത് എന്ന് കൽപ്പന കൊടുത്തു കഴിഞ്ഞു. വേറെ എവിടെയെങ്കിലും പോയി ഇരുന്നോളണം എന്ന്. കുഷ്ഠരോഗികളെ അറക്കുന്നതിലും അറപ്പാണത്രയും നേതാക്കൾക്ക് രാഹുലിനെ ഇപ്പോൾ. അതുപോലെ പാലക്കാട്ടേക്കും വരരുതെന്ന് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു പാർട്ടി. എത്ര വൈരാഗ്യബുദ്ധിയോടെയാണ് സതീശൻ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. രാഹുലിനെ ഇവന്മാർ എല്ലാം ചേർന്ന് പിടിച്ചപിടിയാലെ രാജിവെപ്പിക്കുമായിരുന്നു. പക്ഷേ ലോകമെമ്പാടുമുള്ള അമ്മമാരുടെ സഹോദരങ്ങളുടെ ആ മുറവിളി കേട്ട് പ്രതിഷേധം ഭയന്ന് പണിപാളി എന്ന് മനസ്സിലാക്കി രാഹുലിനെ രാജിവെപ്പിച്ചാൽ ജനങ്ങൾ തങ്ങളുടെ പാർട്ടി ഓഫീസിൽ കയറി അടിക്കും എന്ന് തിരിച്ചറിഞ്ഞാണ് അവർ ആ ഉദ്യമം തൽക്കാലത്തേക്കെങ്കിലും ഉപേക്ഷിച്ചത്. ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇത് നമ്മുടെ വിജയമാണ്. ജനങ്ങൾ കൂടെയില്ല എന്ന് തിരിച്ചറിഞ്ഞ നേതാക്കന്മാരും ബിനാമി ചാനലുകളും മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും അടക്കം ഇപ്പോൾ ട്രെൻഡ് മാറി പണിപാളി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പതുക്കെ ആക്രമണം നിർത്തി ചിലർ ഇപ്പോൾ രാഹുലിന് പതുക്കെ പിന്തുണയുമായി വരുന്നുണ്ട്. നല്ല കാര്യം. ചിലരൊക്കെ മലക്കം മറിഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു ചില ഓൺലൈൻ ചാനൽ മുതലാളിമാർ. നല്ലത്. വൈകിയെങ്കിലും ഇവന്മാർക്ക് വെളിവുണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാം. ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജനരോക്ഷം ഭയന്നു മാത്രമാണ് ഇവന്മാർ താൽക്കാലികമായി എങ്കിലും അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അണിയറയിൽ വമ്പൻ കെണികൾ ഇവന്മാർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ വിഷയം ചർച്ച ചെയ്താൽ കോൺഗ്രസ് നേതൃത്വം മൊത്തത്തിൽ നാറും. അവന്മാർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവർ ഈ വിഷയം താൽക്കാലികമായി എങ്കിലും വിട്ടുപിടിക്കുവാൻ ശ്രമിക്കുകയാണ്. എല്ലാം മായ്ച്ചു കളയണമെന്ന്, എല്ലാം മറന്നു കളയണമെന്ന്. രാഹുലിനെ അടുപ്പിക്കാതെ, നിയമസഭയിലും പാലക്കാട്ടും കാലുകുത്തിക്കാതെ 2 മാസക്കാലം ഇപ്രകാരം പോയാൽ ജനങ്ങൾ എന്ന കഴുതകൾ എല്ലാം മറക്കും. ഇതിനിടെ ഇവന്മാരുടെ എല്ലാ ലക്ഷ്യങ്ങളും കാണുകയും ചെയ്യാം എന്ന കണക്കുകൂട്ടലിലാണ് സതീശനും രമേശനും വേണുഗോപാലും. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, രാഹുലിനെ തിരികെ എടുക്കുന്നത് വരെ പ്രതിഷേധം ഘടിപ്പിക്കുവാനാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് മിഷൻ 60 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 60 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ രാഹുലിനെ ഇവർ തിരികെ എടുക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തോൽപ്പിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും. ഈ ക്യാമ്പയിനിൽ ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാരും സഹോദരന്മാരും പങ്കുചേരണം. നിങ്ങളുടെ പ്രതിഷേധങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. ഞങ്ങളത് ലോകത്തെ കേൾപ്പിക്കാം. രാഹുലിനെ ഇവർ പുറത്തിറങ്ങുവാൻ അനുവദിക്കുന്നില്ലെങ്കിൽ, പാലക്കാട് കാലുകുത്തുവാൻ തടസ്സമുണ്ടാക്കുന്നു എങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കണം. അദ്ദേഹത്തെ പാലക്കാട്ട് കാലുകുത്താനുള്ള അവസരമുണ്ടാക്കണം.
ബാക്കി അവിടുത്തെ അമ്മമാരും സഹോദരന്മാരും നോക്കിക്കോളും. ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന ഈ കാട്ടാളന്മാർക്കെതിരെ സേവ് കേരള മൂവ്മെന്റ് എന്നൊരു മൂവ്മെന്റ് തന്നെ നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടിയോ ജാതിയോ മതമോ സ്ത്രീയോ പുരുഷനോ കുട്ടികളോ എന്നൊന്നുമില്ലാതെ ആർക്കും ഇതിൽ അംഗമാകാം, പങ്കാളികളാകാം. എല്ലാ ജില്ലയിലും നേതൃത്വം കൊടുക്കുവാൻ പ്രാപ്തിയുള്ള ആളുകൾ ദയവായി മുന്നോട്ട് വരണം, ഞങ്ങളെ വിളിക്കണം. രാഹുലിനെ കൊടുക്കുവാൻ, മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുവാൻ, പിണറായി വിജയന് മൂന്നാം ഊഴവും ഒരുക്കാൻ ഇവന്മാർ തയ്യാറാക്കിയ സകല കള്ളക്കമ്മട്ടകളും നമ്മൾ ഇന്നു മുതൽ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ജനങ്ങൾ ഒപ്പമുണ്ടാവണം. ഇന്ന് 2:30-ക്കും വൈകിട്ട് 5 മണിക്കും ഞാൻ ലൈവിൽ വന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ ഇവന്മാർ ചെയ്ത തരികടകൾ വെളിപ്പെടുത്തുന്നതായിരിക്കും. 2:30-ക്കും വൈകിട്ട് 5 മണിക്കും മറക്കാതെ കാണുക. സതീശൻ ഇന്ന് അടുത്ത നാടകവുമായി ഇറങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവന്മാരെയും ഇവൻ ഇപ്പോൾ തട്ടൽ കയറ്റി. രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കി, സുധാകരനെ ഒതുക്കി, അരമനക്കുണ്ടൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, അത് വാലാട്ടി നിന്നോളും. ഇപ്പോൾ എന്റെ മുഖം, എന്റെ ഫേസ്, എന്റെ ഫുൾ ഫിഗർ, ഞാൻ മാത്രമേ കോൺഗ്രസിനെ പ്രതിദാനം ചെയ്യാനുള്ളൂ. ഇനി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ അണപൊട്ടി ഒഴുകുന്ന പ്രതിഷേധം നമുക്ക് കേൾക്കാം. രാഹുലിനെ തിരികെ എടുക്കുന്നതുവരെ ഈ പ്രതിഷേധം തുടരും. ഓരോ ദിവസവും നമ്മൾ പ്രതിഷേധം ശക്തമാക്കും. ITV ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എന്റെ പേര് റോസമ്മ എന്ന, ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അണ്ണഞ്ചേരിയിൽ നിന്ന് ഞാനൊരു വീട്ടു ജോലിക്ക് നിൽക്കുന്നതാ. സാറേ, ഈ മാങ്കൂട്ടൻ രാജിവെക്കണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിനകത്ത്? ഈ കേസിക്ക് ഈ സ്ഥാനമാനത്തിൽ പിന്തുടരാനായിട്ട് എന്ത് അവകാശമുണ്ട്? കേസി പുണ്യോളനാണോ? എത്ര സ്ത്രീകളുണ്ട്? ഞാൻ അയാളുടെ വാദിക്കൽ ഒരു സങ്കടവും കൊണ്ട് എന്നതാ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 15,000 രൂപ ഭർത്താവ് നേരത്തെ മരിച്ചാൽ കിട്ടുമെന്നും പണ്ട് എനിക്ക് ആരെ കൊണ്ടുവന്നു. എൻ്റെ കുടുംബമേ കോൺഗ്രസ്സുകാരാണ്, ജന്മനാലെ തന്നെ ഒരു കോൺഗ്രസ്സുകാരാ. എൻ്റെ തന്തയുടെ നിന്ന് ഒരൊറ്റ വോട്ടേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ തന്തയുടെ കൂടെ പഠിച്ച KK കുമാരപിള്ള നിന്നപ്പോഴത്തേക്ക് ആ ഒരു വോട്ട് മാത്രമേ മറിഞ്ഞു പോയിട്ടുള്ളൂ. എത്ര ഇവർ തെണ്ടിയാലും കോൺഗ്രസിന് തന്നെ ചെയ്യത്തുള്ളൂ. ഇവൾക്ക് ഗർഭം ഉണ്ടെങ്കിൽ ഇവള് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ അവന്റെ തള്ളയൊക്കെ ചെല്ലണം. ഇവളുടെ ഗർഭം എന്താ പുറത്ത് പറയാൻ പറ്റാത്ത ഗർഭമാണ്. ഇവൾക്ക് അല്ലേ മുള്ളുമുരിക്കെ കയറണം. ഇവളെ ഇത്ര പ്രേരിപ്പിച്ച് വിട്ടിരിക്കുന്നു. ഇവൾക്ക് ഗർഭം ഉണ്ടെങ്കിൽ ഇവള് തീർച്ചയായിട്ടും അവളുടെ അമ്മയുടെ ചെല്ലണം. അല്ലെ ഇവന്റെ അമ്മ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടണം. ഗർഭം ഉണ്ടെങ്കിൽ അവളെ സ്വീകരിക്കണം. എന്നിട്ട് DNA ടെസ്റ്റ് നടത്തണം. ഇവൾക്ക് ഗർഭം ഉണ്ടെങ്കിൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ക് തകരുവാ. നമുക്കിനി വോട്ട് ചെയ്യാനേ തോന്നുന്നില്ല. ഈ ഒരു വർഗത്തിനെ വോട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഈ കളവനെയൊക്കെ പിടിച്ച് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തോട്ടൊക്കെ ഇരുത്തിയിട്ട് എന്ത് കാര്യം നേടാനായിട്ട്? അവന്റെയൊക്കെ വള്ളം നിറയ്ക്കാനല്ലാതെ വേറെ പൊതുജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. അവന്റെ ന്യൂസും എല്ലാം ഞാൻ കാണുന്നത്. അതുകൊണ്ട് മാത്രം സാറിനെ ഇപ്പൊ വിളിച്ച് എനിക്ക് കേട്ടിട്ട് സങ്കടം കൊണ്ട് സഹിക്കാൻ പാടില്ല. ഈ സതീശനെയും രമേശനെയും ഒക്കെ ഇനി എന്തോ ഇവന്മാരെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ? ഇവന്മാരെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവന്മാരിനി ഇറങ്ങണം. ഇവനൊക്കെ വെറും നാറികളാണ്. ഇവനൊക്കെ വെറും നാറിയാ. ഈ പത്മജ കടന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇവിടെ അപ്പൻ ഇവളെ വെച്ചിട്ട് തന്നെ പ്രേമിച്ചിട്ട് ഇവിടെ അപ്പൻ രാജനെ ഉരുട്ടിക്കൊന്നത് മറന്നുപോയോ? ഇവളൊക്കെ കൊലക്കുറ്റത്തിനൊന്നും ഒരു ശിക്ഷയില്ലേ? മുകേഷ് ഇരിക്കുന്നു, ഇവനൊന്നും ഒരു ശിക്ഷയില്ലേ? അവരൊന്നും പീഡനമല്ലേ? രാഹുലിന്റെ കയ്യിലിരിക്കുന്നത് വേറെ വല്ല സാധനമാണ്. ഇവന്റെയൊക്കെ കയ്യിലിരിക്കുന്ന സാധനം തന്നെയല്ലേ രാഹുലിന്റെ കയ്യിലിരിക്കുന്നത്? സാറേ, ഇവനെയൊക്കെ ഇറക്കണം. ഇനി കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചേക്കണം. രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷിച്ച് മാത്രമാണ് ഞങ്ങളൊക്കെ ഈ വോട്ട് ചെയ്തു പോകുന്നത്. ഇവനെയൊന്നും കയറ്റി പരിപ്പിച്ച് ഇവനൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പിതൃസ്ഥാനത്ത് നിൽക്കുന്ന അവനാണോ ഇനി കൊച്ചിന്റെ തന്തയെന്ന് എങ്ങനെ അറിയാം? കേക്ക് മുറിച്ച് ഇവനൊക്കെയാണോ ഇതിന്റെ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് അച്ഛനായിട്ട് കൊച്ചിന്റെ തന്ത അവനാണെന്ന്? ഇവർക്ക് കൊച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനൊരു മാതാപിതാക്കളുണ്ട്. ആ തള്ള എന്തോരം വേദനിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഞാനും ഒരു പെൺകുഞ്ഞിനെ വളർത്തിയെടുത്തിട്ടുള്ളതാ. അറിയാവാ? ആ ഒരു ചെറുപ്പക്കാരന്റെ ഭാവിയെ തലിച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുന്ന ഇവനെയൊക്കെ ചാണകമല്ല മൂത്രത്തിനകത്ത് ചൂലും മുക്കി അടിച്ചിറക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവനെയൊന്നും ഭരിപ്പിക്കാൻ ഇരുത്തുമല്ലേ ചെയ്യേണ്ട. മൂത്രത്തിൽ ചൂല് മുക്കണം, മുക്കിയിട്ട് ഇവനെയൊക്കെ അടിക്കണം. ഇവനുമൊക്കെ ഇല്ലേ പെണ്ണുങ്ങള്? ഇവനുമൊക്കെ ഇല്ലേ അമ്മയും പെങ്ങളും ഒക്കെ? അഭിമാനം വേണം സാറേ. ഇവള് മാതാപിതാക്കൾ കൂട്ടി വളർത്തിയ ഒരു മകളാണെന്നുണ്ടെങ്കിൽ ഇവൾ ഇറങ്ങുമോ ഇതിനൊക്കെ തുനിഞ്ഞ്? ആരോട് കാശ് മേടിച്ചിട്ടാണെങ്കിലും ഞങ്ങളെയൊക്കെ വളർത്തിയിട്ടുണ്ട് മാതാപിതാക്കള്. തങ്ങൾക്കൊക്കെ അറിയാം ഒരു ഗർഭം ഉണ്ടായാൽ എന്തെല്ലാം നൂലാമാലികളുണ്ട്. നിങ്ങൾക്ക് ഗർഭം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും DNA ടെസ്റ്റ് നടത്തി അവന്റെ കൊച്ചാണെന്ന് തെളിയിച്ച് അതാണ് അന്ത്. അല്ലാതെ അവൻ രാജിവെക്കുമ്പോൾ ഇവിടെ ഗർഭം എന്താ തേഞ്ഞു തീരുവോ സാറേ? മായാജാലം. 3 വർഷം അവൻ ഇലക്ഷന് നിന്നപ്പോൾ ഇവക്ക് ഇറങ്ങണ്ടായിരുന്നു. ഇവൾക്ക് ഗർഭം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് നേരെ നിൽക്കാൻ മേല. ഇനി അവന്റെ സ്ഥാനമാനം കയറ്റം കണ്ടിട്ട് അവന്റെ ഭാര്യയെ ചമയാനാണെങ്കിൽ ഇവിടെ മുള്ളുമുറിക്കാൻ കയറി വരയ്ക്കാൻ പറ. അതാണ് സാറേ നല്ലത്. പറയുന്ന തെറ്റുണ്ട്. സാറിനോടൊക്കെ വിളിച്ചു വെച്ചു. പക്ഷെ സഹി കെട്ടിട്ടാണ് ഇത് പറയുന്നത്. എനിക്ക് രാഹുൽ കൊണ്ട് തന്നിട്ടും ഒന്നുമല്ല. പക്ഷെ ഞാൻ വല്ലവന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് മക്കൾ പോലും നോക്കത്തില്ല. പക്ഷെ എങ്കിലും ശരി, ഞാൻ ഒരുപാട് നേതാക്കന്മാരുടെ അടുക്കെ ഞാൻ നയിച്ചതാ എനിക്കൊരു കിടപ്പാടത്തിന് വേണ്ടിയിട്ട്. ആരും എന്നെ സഹായിച്ചിട്ടൊന്നുമില്ല സാറേ. പിന്നെ ഇവനൊക്കെ എന്ത് കാര്യത്തിന് കയറുന്നത്? ഒരു ഭർത്താവ് ചെറുപ്രായത്തിൽ മരിച്ചെന്നാൽ മുൻഗണന 15,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ KCയുടെ വീട്ടിൽ ഞാൻ കയറി ഇറങ്ങി. എനിക്ക് കിട്ടിയിട്ടില്ല.
കേസിക്ക് എത്ര പെണ്ണുങ്ങളുണ്ടെന്നുള്ള കേസിയോട് തന്നെ വരും. ആ സ്ഥാനം തുടരാനായിട്ട് അയക്ക് എന്ത് യോഗ്യത ഉണ്ടെന്നുള്ള അയാൾ വെളിപ്പെടുത്ത്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് ഈ MLA സഹിച്ച കാര്യം ഒത്തിരി സമരമുഖങ്ങളിൽ തീജ്വാലയായിട്ട് നിന്ന വ്യക്തിയാണ് പുള്ളി. ഈ കോൺഗ്രസ്സുകാർക്ക് ഇത്രയും വിവരമില്ലാതായി പോണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനും പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇപ്പൊ ഞാൻ പെൻഷനൊക്കെ ആയി 60 വയസ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും കോൺഗ്രസിനോട് ചായവുണ്ട്. ഞാൻ KSUവിലെ എന്റെ സഹപ്രവർത്തകരായിരുന്നു KC വേണുഗോപാൽ ഇവരെല്ലാം. പക്ഷെ ഈ മനുഷ്യന് ഇത്രയും ഇതിപ്പോ വേറൊന്നുമല്ല സുഹൃത്തെ, ഇത് ഒരു കോൺഗ്രസിന് തന്നെ തിരിഞ്ഞു കുത്തുകയാണ് ചെയ്യുന്നത്. കാര്യം ഇവര് ഈ ഷാഫി പറമ്പിലും ഈ വ്യക്തിയും ദേ ആർ സ്റ്റാർ ക്യാമ്പയിനേഴ്സ്. അപ്പൊ ഇവരെ ന്യൂട്രലൈസ് ചെയ്യാന്ന് പറയുന്നത് മറ്റു പാർട്ടികളുടെ ആവശ്യമാണ്. അത് അവര് ഭംഗിയാ നിർവഹിച്ചു. ബാക്കിയെല്ലാം നമുക്കറിയാമല്ലോ, കേസില്ല, പരാതിയില്ല. ഇങ്ങനെ ഒരു സാധനത്തിന്റെ അലിഗേഷനൊക്കെ കൊണ്ടുവരുമ്പോ എന്തും പറയാം. ഉമാ തോമസ് ഒക്കെ പറഞ്ഞ വാർത്തമാനം കേട്ടില്ലേ? അപ്പൊ ഇതൊക്കെ പ്രവർത്തിച്ചു വന്നൊരു പയ്യനാണ്. അപ്പൊ അത് ഇനി സത്യം ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടാമല്ലോ അവർക്ക്. ഇതൊക്കെ ചെയ്തത് ശുദ്ധ അനാവശ്യമാണ്. ഇത്തരം ഈ പണി കാണിക്കാൻ പോയ രമേശനും സതീശനും വരാൻ പോകുന്നത് എന്താണ് ശരിക്കും? അയ്യോ, മഹാ അധപതനമല്ലേ. ഇപ്പൊ ഏകദേശം ഇവര് രക്ഷപ്പെട്ടു പോവും, കോൺഗ്രസ്സുകാര് തിരിച്ചു വരുമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഇത് അവര് പ്ലാൻ ചെയ്ത ന്യൂസ് അല്ലേ സുഹൃത്തെ? ഒന്ന് ആലോചിച്ച് നോക്കും. അയാൾ ചുമ്മാ MLA ആയതല്ല. അയാൾ ഒത്തിരി പാടുപെട്ട് കഷ്ടപ്പെട്ട് ഒരുപാട്. ഇന്ന് യുവത്വത്തിന്റെ മുഖമാണ്. ഈ രണ്ട് യുവത്വത്തിന്റെ മുഖങ്ങളും ഷാഫി പറമ്പിലും ഇയാളും പോയി കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ ദോഷം. ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് സാധാരണ ഈ രാഷ്ട്രീയക്കാരന്മാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ ആളുകൾ ചാനൽ മാറ്റും. പക്ഷേ ഇവരുടെ ഈ ഷാഫിയുടെയോ അതല്ലെങ്കിൽ ഈ രാഹുലിന്റെയോ അവരുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ ആളുകൾ ഇരുന്ന് കേൾക്കും. ഇവന്മാരെ വേറെ ഏതവനെങ്കിലും 2 വാക്ക് സംസാരിക്കുന്നിട്ട് ആളുകൾ അന്നേരം സ്കിപ്പ് ചെയ്ത് പോകും. അതെ അതെ. കാരണം അവരൊരു വളരെ സബ്സ്റ്റൻസ് ഉള്ള വളരെ സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന വിദ്യാഭ്യാസവും ഉണ്ട്. ഇയാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലേ, വിദ്യാഭ്യാസവും ഉണ്ട്. അയാൾക്ക് നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ, അവതരിപ്പിക്കാൻ അറിയാം. അയാള് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ആളല്ലേ. എന്തെല്ലാം നോക്കി നമ്മൾ അൻവർ കുറെ കളിയൊക്കെ കളിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി വിചാരിച്ചു അൻവർ നിൽക്കുന്നതോടുകൂടി കുറെ മുസ്ലിം ലീഗിന്റെ വോട്ടൊക്കെ അങ്ങോട്ട് അങ്ങനെ ഒന്നും പോയില്ല. മുസ്ലിം ലീഗ് ഒരുപാട് പങ്ക് വഹിച്ചു. എന്നാലും ഞാൻ പറയുന്നത് ഇത് വിടാൻ പാടില്ല. കാരണം ജനങ്ങൾ ഇപ്പോഴത്തെ സർക്കാരിൽ ഇച്ചിരി പൊറുതിമുട്ടിയിരിക്കുക തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന് ഈ രാഹുലിന്റെ അയാള് വെറുതെ കയ്യും കെട്ടി നിന്ന് ബാക്കിയുള്ളവരെ പോലെ വെളുത്ത ഉടുപ്പും തയ്ച്ചിട്ട് വന്ന പയ്യനല്ല. അയാള് ജോലി ചെയ്ത് വന്നവനാണ്. ഇനി ഏത് പെണ്ണ് ഇതിനൊക്കെ എന്ത് ഒതന്റിസിറ്റി ആണുള്ളത്? ഒന്നുമില്ലല്ലോ. ഇന്ന് അവര് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം ഇവന്മാരെ പോലൊരു ഭൂലോക മണ്ടന്മാർ. അതായത് ഇവന്മാർ പറയുന്നു രാജിയല്ലാതെ വേറെ ഒന്നും വഴിയില്ലാന്ന് പ്രഷറൈസ് ചെയ്തിട്ടെല്ലാം പറഞ്ഞിട്ട് ഇവന്മാർ തന്നെ പത്രസമ്മേളനം വിളിച്ച് പറയുന്നു MLA-യുടെ രാജിയുടെ ആവശ്യമില്ല, കാരണം ഇതിനകത്തൊരു പരാതി ഇല്ല, FIR ഒന്നുമില്ല. പിന്നെ എന്തിനാടാ ഇവന്റെ ഈ പദവി സസ്പെൻഡ് ചെയ്ത്? ഇയാള് നമ്മളെ വിൻസെന്റ് MLA ശരിക്കും പോലീസ് FIR ജയിലിൽ വരെ ആയ വ്യക്തിയാണ്. അയാളെ MLA സ്ഥാനം ഒന്നും പോയില്ലല്ലോ. പേടിയാ. ലാറ്റിൻ കാത്തലിക്സിനെ തൊടാൻ പറ്റൂല, അതിന്റെ പേടിയാവന്മാർക്ക്. അപ്പൊ ഇത് എന്തു ആവാമെന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് വെച്ച് വെറുപ്പിക്കാൻ പാടില്ല. അവൻ പോക്കരുതരം കാണിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടം പ്രശ്നക്കാരനാണ് എങ്കിൽ പിന്നെ ഇവര് തെളിവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കേസെടുപ്പിക്കുകയല്ലേ വേണ്ടത്? ഒന്നുമില്ലെന്നേ. ഇത് വെറുതെ ചുമ്മാ അത് പൊളിച്ചെടുക്കണം. സുഹൃത്തിന്റെ എല്ലാ വീഡിയോയും ഞാൻ എത്ര സമയമില്ലെങ്കിലും ഇരുന്ന് കാണാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴ് സതീശന്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കാരണം അതായത് ഇത്ര ഒരു ആരോപണം വന്നപ്പോഴേ ഇത്ര ആർജവം കാണിച്ചവൻ ഈ സ്ത്രീയുടെ ഈ പ്രസ്താവനയ്ക്ക് മുന്നിൽ ഇയാള് രാജിവെക്കണം, അല്ലെങ്കിൽ ഇയാൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് പൊതുജനങ്ങൾക്ക് മുന്നിൽ തന്നേ പറ്റത്തുള്ളൂ. ഇതിൽ പബ്ലിക് കടന്നു കിടക്കുന്ന ഒരു വീഡിയോ അല്ല. ഹി ഷുഡ് ബ്രീഫ് ടു ദ പബ്ലിക് വാട്ട്സ് എക്സാക്ട്ലി ഹാപ്പൻ. അതെ അതെ. 2 പെണ്ണുങ്ങൾ കയറി എന്തെങ്കിലും പറഞ്ഞോടെ അതിനൊരു വില കൊടുത്തിട്ട് കോൺഗ്രസ് പാർട്ടി പരിശുദ്ധ പരിവേഷം ചാർത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവന്മാരെല്ലാം പിന്നാമ്പറങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. മുരളീധരന്റെ ആയാലും എല്ലാരും പിന്നാമ്പറവും അറിയാം. അപ്പൊ ഇനിയിപ്പോ അതൊന്നും സമയമില്ല. ഇലക്ഷന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ.
പക്ഷെ ഇതൊരു ഒരു സെൽഫ് ഡിവാസ്റ്റേറ്റഡ്, സെൽഫ് ഡിസ്ട്രക്റ്റഡ്. അതെ 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 അത് നമുക്ക് അവന്റെ നിക്കറിനകത്തിരുന്ന് പൊട്ടിപ്പോയി സംഭവം. പക്ഷെ അതെ 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 ഒരു ഫയർ ബ്രാൻഡ്, ആ ഫയർ ബ്രാൻഡിന്റെ ആ ഫയർ ഊതിക്കെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ കാളിക്ക് അത്രയും ചെയ്തത്. അത് കോൺഗ്രസ്സുകാരും കൂടെ പൊള്ളക്കുത്തുക എന്ന് പറഞ്ഞാല് ബാക്കി പാർട്ടികൾ പറഞ്ഞോട്ടെ, അവര് പറഞ്ഞാല് അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ടത് കോൺഗ്രസ് അല്ലേ. എപ്പോഴും മറ്റു പലരും പറയുന്നതും അത് തന്നെയാണ്. അനിയ നീ കോൺഗ്രസ്സുകാരനായി പോയതുകൊണ്ട് നിനക്ക് പറ്റിയ പണി കിട്ടിയതാണെന്നാണ് അവരൊക്കെ പറയുന്നത്. അത് സുഹൃത്ത് ഈ കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്ത് എത്രയും പെട്ടെന്ന് വെളിയിൽ കൊണ്ടുവരണം. ഇവനെ ഒരു പടക്കുതിരയായിട്ട് തന്നെ അവനെ, വേറെ ആരെയും നമ്മൾ നോക്കണ്ട. ഈ പയ്യന് അവന് നല്ല ഭാവി ഉണ്ട്. അതിന്റെ പേടി കൊണ്ടാണ് അവന്മാർ ഇതെല്ലാം ചെയ്യുന്നത്. അതെ അതെ ഭയങ്കര ഒരു സങ്കടത്തിന്റെ ഒരു ഇതാ പറയാനുള്ള. ഇത്രയും കോൺഗ്രസ്സുകാരും പ്രായമായിട്ട് കളിപ്പിച്ച് പുതിയവരെ വരാൻ തലമുറന് സമ്മതിക്കാത്തൊരവസ്ഥ. അത് പണ്ടേ ഉള്ളതാ. ലീഗിലായാലും മാർക്കും പിന്നെ എന്താണ് കോൺഗ്രസിൽ പണ്ടേ ഉണ്ട്. എന്റെ വാപ്പ നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്റെ വാപ്പ. അപ്പൊ ആ സങ്കടം കൊണ്ട് ഞാൻ പറയാ, കേൾക്കുമ്പോൾ അത്ര ഒന്നും അറിയാതെ നിരപരാധി ഉണ്ടായിട്ടുള്ളന്നല്ല. എന്നാലും എന്താ പെട്ടെന്ന് അത് രാജിവെക്കാനും എന്താ പിന്നെ കോൺഗ്രസിലെ സ്ഥാനം എന്തിനാ രാജിവെച്ച മാങ്കൂട്ടം? അത് ആവശ്യമില്ലല്ലോ. തെളിവെടുത്ത് വന്നോട്ടെ, തെളിയൊക്കെ ആളുടെ തെളിക്കട്ടെ. പിന്നെ MLA സ്ഥാനം ഒരിക്കലും സമ്മതിക്കരുത്. ഞാൻ എന്റെ മരിച്ചുപോയ വാപ്പക്ക് വേണ്ടി ഞാൻ പറയുന്നത്. അത്രയൊരു കോൺഗ്രസ് പഴയ കോൺഗ്രസ്സുകാരൻ. അന്നത്തെ കോൺഗ്രസ്സുകാർ ഒരു സ്വന്തത്തിന് ബലിയാടായി എല്ലാത്തിനും നിൽക്കുന്ന ആൾക്കാരായിരുന്നു. എല്ലാം സഹിക്കാനും കുറുക്കാനൊക്കെ. ഇന്നതല്ല. ഇന്ന് ഇവര് ഇതുകൊണ്ട് കളിക്കാൻ എത്രയോ പ്രായമുള്ള ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഈ ചെറിയ ചെക്കന്മാരെന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാർക്ക് കൊടുത്തിട്ട് ഇതിനെ വലുതാക്കില്ല വേണ്ടത്. നേരെ മറിച്ച് ലീഗിലായാലും ഇനിയിപ്പോൾ എന്തിലായാലും അതും മസിസ്ട്രേറ്റ് ചെയ്യില്ല. അവർക്ക് അതിന് കൂടെ നിൽക്കും. ഇവരെല്ലാവരും തെറി വിളിച്ച് മാറ്റി നിർത്തിയില്ലേ മാങ്കൂട്ടത്തിനെ. അപ്പൊ വളരെ സങ്കടം. അപ്പൊ എനിക്ക് ന്യൂസിലത് അങ്ങനെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വാപ്പനെ ഓർത്ത് ഞാൻ പറയാണ്. അപ്പൊ എന്തായാലും സമ്മതിക്കരുത്, MLA രാജ്യക്കാൻ സമ്മതിക്കരുത്. ഇതെന്താ ഈ കളി തന്നെ ഇവര് പണ്ടേ കളിച്ചതും ഇങ്ങനെ തന്നെയാണ് BJP ഉണ്ടായതും. അത് ഞാൻ തലക്കത്ത് വരെ പോയിട്ട് നമ്മളെ രാഹുൽ ഒരു ആക്കി വരുന്നുണ്ട്. നന്നായി വരട്ടെ, സൂര്യയുള്ള സമാധാനമുള്ള ജീവിതം നമുക്ക് കിട്ടട്ടെ. പക്ഷെ ഇത്രയും നമ്മളൊരു മനുഷ്യനൊന്നും അറിയാത്ത എന്താ അറിയില്ല. അപ്പൊ എന്താ ഉണ്ടായിരിക്കൂല. മിക്കവാറും ഇപ്പൊ നമ്മളെ പിന്നെ ചാണ്ടി സാർ എന്തൊക്കെയോ പറഞ്ഞില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഓരൊക്കെ മാനസികമായിട്ട് തകരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണ്ടേ. ഇത്രയും ഒരു എങ്ങനെ സഹിക്കപ്പോ ഇതൊക്കെ? അപ്പൊ നമ്മൾ അറ്റാക്കൊക്കെ ഒന്നും വയ്ക്കും. അതെന്താ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ ടെൻഷൻ കൊണ്ടേ. ഒരു അമ്മയല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞ പൊതുവെ ഈ നമ്മളെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പറയാം, ഇവരൊക്കെ തന്നെയാണ് ഈ ഒരു വേറുള്ള പാർട്ടിനെ വലുതാക്കി ഉണ്ടാക്കിയത്. അവനാന്റെ ഇതിൽ കിടക്കുമ്പോൾ അവർക്ക് എന്താ ഒന്ന് അന്വേഷിച്ചിട്ട് പിന്നെ സ്ഥാനം മാത്രം. ഈ ഞാൻ എന്റെ പറയാനുള്ള ഈ പ്രായം കൂടിയവരൊക്കെ മാറ്റി നിർത്തി പുതിയവർ വരട്ടെ. എന്നാലേ പുതിയ തലമുറക്കുള്ള അതിനൊരു നേട്ടം കിട്ടുള്ളൂ. അതാണ് എന്റെ പറയാനുള്ളത്. അല്ല നമ്മൾക്ക് രാഷ്ട്രീയമായിട്ട് ഒന്നുമില്ല. എനിക്ക് എന്റെ കുടുംബത്തിൽ പലതും ഉണ്ട്. എല്ലാം 3 ഒരേപോലെ ലീഗും മാർക്സിസ്റ്റും കോൺഗ്രസും. പക്ഷെ എന്റെ വാപ്പ പഴയ കാലത്ത് എന്റെ വാപ്പനോട് കടപ്പാടില്ലേ, കോൺഗ്രസ്സുകാരനായിരുന്നു. ഞാൻ സ്കൂളിൽ വരുന്ന സമയത്ത് എന്റെ വീട്ടിന്റെ മുറ്റത്ത് അവിടെ ഇഷ്ടംപോലെ കുറച്ചൊക്കെ ആൾക്കാർ വന്നിട്ട് അതിനായിരുന്നു. അന്ന് എനിക്ക് ദേഷ്യമായിരുന്നു. കാരണം എന്ന് ഈ കോൺഗ്രസിന്റെ നമ്മൾ സ്കൂളിൽ വരുമ്പേ അപ്പൊ അന്ന് ചെറിയ കുട്ടികളല്ല. അപ്പൊ ഇപ്പൊ എനിക്കിങ്ങനെ പാപ്പജി ഓർത്തുപോയി. മാങ്കൂട്ടത്തിന് ആരേക്കും ഭയങ്കര സങ്കടം വരെ. പാലക്കാട്ടിലെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഈ നമ്പറിൽ ഞാൻ എടുത്ത് വിളിച്ചു നോക്കിയത്. അവർക്ക് പ്രതികരിക്കണ്ടല്ലോ. എല്ലാവർക്കും പ്രതികരിക്കാനായിട്ടുള്ള അവസരമാണ് i20 ന്യൂസ് ഒരുക്കുന്നത്. നിങ്ങൾക്കാണ് ബിഗ് സല്യൂട്ട്. കാരണം ഇതിന് ചാൻസ് ഒന്നുമല്ല. ആരെതിർത്താലും ഒരിക്കലും MLA സ്ഥാനം രാജ്യക്കാൻ ഞങ്ങൾ വോട്ട് മലപ്പുറത്ത് ചെയ്താലും ശരി, ഞങ്ങൾ അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചതാ. ഷാഫിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ നിങ്ങളാരും അറിയില്ല. പക്ഷെ എന്നാലും നമ്മളെ കോൺഗ്രസ് അങ്ങനൊക്കെ നമ്മളെ എന്താ പറയണേ, ആ കൈയടയാളല്ലേ കോണി, ഇതൊക്കെ ഒരു അതുകൊണ്ട് പറഞ്ഞാൽ തന്നെ നമ്മള് വീട്ടിലുണ്ട്. നമ്മളൊക്കെ ഒന്നും അറിയാത്തവരും പഠിക്കാത്തവരും ഒന്നും ചെയ്യാത്തവരാണ്. അപ്പൊ നമ്മളെ പ്രതികരണം അറിയിക്കാതെ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾക്ക് ഞാൻ എന്തും എന്റെ മനസ്സാവാച കർമ്മണ ഒക്കെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ മനസ്സിൽ നമിക്കുക. അവർക്കൊക്കെ ആയുസ്സാരോഗ്യം പടച്ചറബ് കൊടുക്കട്ടെ. മാങ്കൂട്ടത്തിന് ഒന്നും പറ്റാതെ മാനസികമായിട്ടൊരു ഭാവി ജീവിതം കൊടുക്കട്ടെ. ഇങ്ങനെ പെണ്ണുങ്ങൾ വരുമ്പോ ഇങ്ങനെ പെണ്ണുങ്ങൾ വരുമ്പോ ഈ ആണുങ്ങൾ ഏതാണ് നമ്മള് പാർട്ടി വലുതാണല്ലോ പ്രശ്നം. ഒരു ആണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ വരുമല്ലോ അല്ലേ? ഒരു പെണ്ണ് വിചാരിക്കുമ്പോ ഇപ്പൊ ഒരാണിന്റെ ജീവിതവും അവന്റെ ഫ്യൂച്ചറും അവനെ തന്നെ നശിപ്പിച്ചു കളയുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ പെരുമാറ്റം. അതാദ്യം നിർത്തിയാണ്. അങ്ങനത്തെ ലെസ്ബിയൻ കപ്പിള് മറ്റേ മറിച്ചെന്നുള്ള അതൊക്കെ മാങ്ങാത്തൊലി ഉള്ളിൽ നിർത്തിയിട്ട്
നമ്മൾ ഇതുവരെ ജീവിച്ച നമ്മള് 19 വയസ്സായി, ഈ ഇടയിൽ നമ്മളൊക്കെ ആ ഒരു ജീവിതം മുന്നോട്ട് പോകാനുള്ള അതിനൊക്കെ വേണ്ടിയിട്ടാ പറഞ്ഞ. ഞാനിപ്പോ വല്ലാതൊന്നും പേപ്പറൊക്കെ ആദ്യം വെച്ചു പേപ്പർ വായിക്കില്ല. ഇപ്പൊ ഇതിങ്ങനെ കാണും. അപ്പം കുറച്ച് നമുക്ക് വലിയ അറിവൊന്നും ഉണ്ടായിട്ട് പറയല്ലോ കേട്ടോ. നമ്മൾ അറിവുള്ളവളായിട്ടല്ല പറയുന്നേ. അപ്പൊ ഇങ്ങനത്തെ പെണ്ണുങ്ങളെന്ന ഈ ഇങ്ങനെയുള്ള ഭാവിയുള്ള ആൺകുട്ടികൾക്ക് ഇവിടെ കഴിഞ്ഞുകൂടണ്ടേ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നാണ് അല്ലേ. കുട്ടികൾക്ക് ആൺകുട്ടികൾ കഴിയേണ്ട ഇവിടെ. ഓരോ പെണ്ണുങ്ങൾ ഓരോ നേരത്തെ ഓരോ ഇവർ ഇതിന്റെ മുന്നേ എവിടെയായിരുന്നു? 3-4 കൊല്ലം കഴിഞ്ഞ് അന്ന് എവിടെയായിരുന്നു? ഇപ്പൊ മെയിൻ ചോദ്യം. കാരണം ഒരു സ്ത്രീയും ഒരു പുരുഷനും പരസ്പര സമ്മതത്തോടു കൂടി ചെയ്യുന്ന കാര്യം പിന്നീട് ഒരു അവസരത്തിൽ അത് ഒരു പുരുഷന്റെ മാത്രം തെറ്റായി മാറുന്നത് എന്ത് ഘടനയുടെ പുറത്താണോ എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അതൊന്നറിയാം. നമ്മളെ ഭരണഘടനയിൽ അതൊന്നും ഇല്ലല്ലോ. അങ്ങനെ എഴുതി അത് ചേർത്തിട്ടുണ്ടോ? ഇങ്ങനെ പുതിയൊരു കൊല്ലങ്ങൾ കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അധികാരം കൊടുക്കണമെന്ന് കൊടുത്തിട്ടില്ലല്ലോ അല്ലേ. എല്ലാവരും ഇപ്പൊ പാവം. എനിക്ക് ആരായാലും ഇപ്പൊ ഒരു കേസിലാവട്ടെ, ആൺകുട്ടികളെല്ലാം കഴിച്ച കുടുങ്ങി, എന്തിലാവട്ടെ നമുക്കുണ്ടാകും. എനിക്ക് കാണും പെണ്ണുള്ള ആളാ ഞാൻ ഒരാളെയും കുറ്റം പറയല്ല. സമൂഹം ഇങ്ങനെ ആയതുകൊണ്ട് നശിച്ചു പോകുന്നല്ല. അപ്പൊ എന്ത് ചെയ്തിട്ടും ഇങ്ങനത്തെ ഒരു വാർത്താ ചാനലിൽ വന്ന് നന്നായി നമ്മളെപ്പോലത്തെ അറിവില്ലാത്തവർക്ക് പറയാൻ ഒരു ചാൻസായി എതിർപ്പുകാരങ്ങൾ ഇനി പ്രോത്സാഹിപ്പിക്കാം. ഞാൻ ചാക്കോ ഫ്രം ചെന്നൈ. ഞാൻ ഈ മാങ്കൂട്ടത്തിന്റെ എല്ലാ ഇതും കാണുന്നുണ്ട്. 2-3 പെണ്ണുങ്ങൾ അവിടെ വന്നിട്ട് അതാണ് ഇതാണെന്ന് പറയുകയല്ലാതെ അതിൽ ഒരു തരത്തിലുള്ള ഒരു റിക്കാർഡിക്കലായിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല, ഒന്നുമില്ല, ഒരു പോലീസ് കേസും ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ VD സതീശനെ പോലെയുള്ള ആൾക്കാരും ഇതിന്റെ പുറകെ നടക്കുന്നത്? ഈ പാവം ഈ പയ്യനെ ഒന്നും ഇല്ലാതാക്കാനാണോ? അവരുടെ ഗോസിപ്പാണ് സാറേ ഇതൊക്കെ. അല്ല ഈ VD സതീശൻ ഇത് പ്രതിതുല്യനാണെന്ന് പറയുന്നു. സരിത അത് തന്നെയല്ലേ പറഞ്ഞ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ. അത് കഴിഞ്ഞിട്ട് എന്തായി? VD സതീശന് ഇതിലെന്തോ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് VD സതീശൻ ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ട് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. VD സതീശനെ പോലെയുള്ളവരെയൊക്കെ എല്ലാം പൊളിറ്റിക്കലിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞ് കളയണം എല്ലാവരും കൂടി. എനിക്ക് 82 വയസ്സായി. ഞങ്ങൾ ഇത് റിട്ടയർഡ് ആൾക്കാരെല്ലാവരും കൂടി രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒരു ലെറ്റർ അയക്കാൻ പോവുക. VD സതീശനെ പോലെയും ചെന്നിത്തലേനെ പോലെയുള്ള റാസ്കിൾസുകളെ ഇവിടെ നിന്ന് എടുത്ത് കളയണമെന്ന് പാർട്ടിയിൽ നിന്ന്. എന്നാലേ പാർട്ടി നന്നാവുള്ളൂ. അത്രയും എനിക്ക് പറയാനുള്ളൂ സാറേ. ഇവരൊക്കെ ഗോസിപ്പുകാരാണ്. ഉമ്മൻചാണ്ടീനെ ചെയ്തതിന് വേഷമായിട്ട് ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്യണം. കാരണം അവരൊക്കെ വളർന്നു വരുന്ന പിള്ളേരാണ്, നല്ല പോളിസി ഉള്ളവരാണ്, നല്ല ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിവുള്ളവരാണ്. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ പാലക്കാട്ടെ ആ സ്ത്രീകള് അവർ 60 പേരുണ്ട്. ചൂലെടുത്ത് അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് VD സതീശനെ ചെന്നിത്തലേനും. കാരണം ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇനി പോകും, പറവൂരും പോകും, ഈ ചെന്നിത്തല നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യുൻസിയിലും പോകും. ഞങ്ങൾ ഇവർക്ക് വേണ്ടി എതിരായിട്ട് പറയും. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബകാലമായിട്ട് കോൺഗ്രസ്സുകാരാ. ഞങ്ങൾക്ക് ഇത്ര വേദനയുണ്ട് യുവമാർ ചെയ്യുന്ന തെണ്ടിത്തരത്തിന്. അതുകൊണ്ട് ഇവരെ ശരിക്കും അടുത്ത നിയമസഭയിൽ ഇവർ കയറരുത് MLA ആയിട്ട്. എന്നാലല്ലേ ഇവർക്ക് മുഖ്യമന്ത്രി എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കാൻ ഒക്കുള്ളൂ. ഇവർ ബേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ BJPക്കാരെക്കാളും മോശമാണ്, മാർക്സിസ്റ്റുകാരെക്കാളും മോശമാണ്. അല്ലാതെ വേറൊന്നുമല്ല. ഇതെന്തോ സതീശൻ ആ കുടുംബമായിട്ട് എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രൂഫുമില്ല, ഒന്നുമില്ല. പക്ഷെ ഇയാളത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഒരു ഓപ്പോസിഷൻ ലീഡറായിട്ട് ഇരുന്നിട്ട് അത്ര മാത്രമേ പറയാനുള്ളൂ. സോറി ഈ ഇൻസിഡന്റിനൊക്കെ. പിന്നെ വേറെ ഒന്ന്, സതീശൻ ഇപ്പൊ ബൈബിളും വെച്ചൊന്ന് നടക്കുന്നുണ്ടല്ലോ. എല്ലാ പള്ളികളിലും സുരേഷ് ഗോപിനെ പോലെ കയറി ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് എന്തിന് കാര്യമാണ്? ഒരു വേശ്യാസ്ത്രീനെ കല്ലെറിയാൻ പറഞ്ഞ ആൾക്കൂട്ടം വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയാനല്ലേ പറഞ്ഞേ? ഒരുത്തം പോലും കല്ലെടുത്തില്ല. പിന്നെ ഈ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ പേര് പറയാൻ സതീശന് എന്ത് അവകാശമുണ്ട്? സതീശനെ പോലെയുള്ളവർ പാർട്ടിയിൽ നിന്ന് മാറ്റണം. ഞങ്ങൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഞങ്ങൾ മാസ് പെറ്റീഷൻ കൊടുക്കും. തീർച്ചയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.